അപ്പോൾ സുഹൃത്തുക്കളെ അച്ചുവിന് ഒരു ഫോൺ കൊണ്ടുവന്നിക്കണേ. ഐസ് ക്യൂബ്സ് ഇല്ലെങ്കിൽ ദീന് കൊടുത്താളി. ഇങ്ങനെ ചേച്ചി ചാടല്ലേ ചാടല്ലേ. ഇതിനൊക്കെ എങ്ങനെ ഞാൻ തിരിച്ചു ചെയ്യും? ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ്. ബർത്ത്ഡേ ഇല്ല. അച്ഛന് ബർത്ത്ഡേ എന്താ? ഓർമ്മണ്ട്, നേരത്തെ പറഞ്ഞു കേട്ടോ. എന്നും മറക്കലുണ്ടല്ലായിരുന്നു. ഇതെന്തിനറിയോ? അതായത് നോമ്പ് വ്ളോഗില് ഫുള്ള് പങ്കെടുത്തതിന് ഫുള്ള് എല്ലാം ഞാൻ വിളിച്ചോടത്തേക്ക് എല്ലായിടത്തേക്കും നിങ്ങൾ വന്നിക്കണം. അപ്പൊ ഓരോരുത്തർക്ക് എല്ലാരെയും ഡീൽ ചെയ്തിക്കണേ. ഇന്നാ ഞാൻ എന്നവിടെ രണ്ടു വാക്ക് ഞാൻ തീരെ എക്സ്പെക്ട് ചെയ്തില്ല കിട്ടുന്നു. എന്നാലും നോമ്പിനൊക്കെ ഇത്ര ആക്റ്റീവ് സ്ഥിതിക്ക് ഞാൻ എന്തെങ്കിലും കൊണ്ടുതരും മനസ്സിൽ വിചാരിച്ചിട്ടില്ലേ? ഇല്ല, നിങ്ങൾ എനിക്ക് ഡ്രസ്സൊക്കെ തന്നല്ലോ. ഓൾറെഡി ഡ്രസ്സൊക്കെ കിട്ടി. അപ്പൊ ഇങ്ങനെ ചെറിയ ചെറിയ സമ്മാനങ്ങൾ തന്ന് ഒതുക്കും എന്ന് വിചാരിച്ചു. അങ്ങനൊന്നുമില്ല, ഞാൻ അങ്ങനെ എന്തേ തരൂ വിചാരിച്ചിട്ടാണ് നമ്മളിപ്പോ വരുന്നത്. എന്നിട്ട് പറയും കിട്ടിയപ്പോ എന്താ തോന്നുന്നു? ഇനി മുതൽ ഞാൻ വിചാരിച്ചു ഇങ്ങനെ പറയണ്ടേ ചിലപ്പോ വിചാരിക്കും. അപ്പൊ എന്തായാലും ആക്ച്വലി കപ്പിൾ വീഡിയോസ് ഒക്കെ എടുക്കലുണ്ട്. അപ്പൊ ഈ 13 Pro ആണ് എപ്പോഴും എടുക്കല്. നമ്മളെ കൂട്ടത്തിൽ ഇപ്പം എനിക്ക് തോന്നുന്നത് ബാക്കിയുള്ള എല്ലാവരും ഒരു 15 Pro 16 Pro 17 Pro എല്ലാവരും എല്ലാ മേഖലയിലെത്തി, എല്ലാ ഫോണും എടുത്തു. അപ്പം അപ്പോഴും 13 Proയിൽ അതായത് അച്ചു മെയിനായിട്ട് ഫോൺ മാറ്റാത്തൊരു റീസൺ എന്താ വെച്ചാൽ അച്ചുവിന് അങ്ങനെ ഫോൺ മാറ്റിയിട്ട് ഇപ്പോൾ വ്ളോഗ് എടുക്കാനുള്ള ഒരു ആവശ്യമോ അല്ലെങ്കിൽ റീൽസ് എടുക്കാനുള്ള ആവശ്യമോ അങ്ങനെ വരുന്നില്ല. അതുകൊണ്ടാണോ ചേഞ്ച് ചെയ്യാണ്ടിരുന്നതും. പക്ഷെ എന്നാലും മാറുന്ന നാളേക്ക് മാറുന്ന കേരളത്തിന് ഈ ഒരു ഫോൺ ആവശ്യമാണെന്ന് എനിക്ക് തോന്നി.